Hello students. In this lecture we are going to discuss about CSS. CSS means Cascading Style Sheet. അപ്പോൾ നിങ്ങളുടെ വെബ് പ്രോഗ്രാമിംഗ് യൂസിങ് PHP സബ്ജക്റ്റിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടാണ് നമ്മൾ CSS എന്ന സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ ലെക്ചേഴ്സിൽ നിങ്ങൾ HTML എന്താണ്, ബേസിക് ആയിട്ടുള്ള വെബ് പേജസ് എന്തൊക്കെയാണ്, അതേപോലെ HTML യൂസ് ചെയ്യുന്ന HTML5 യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടാഗ്സ്, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ബേസിക് HTML യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു സ്റ്റാറ്റിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്റ്റാറ്റിക് വെബ് പേജിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസിന് ലിമിറ്റ് ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു HTML ടാഗ് അല്ലെങ്കിൽ HTML എലിമെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ടാഗിൽ നിങ്ങൾക്ക് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ് നോർമലി നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, സ്റ്റൈൽസ് ആഡ് ചെയ്യുന്നത്. സ്റ്റൈൽസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ചേഞ്ച് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫോണ്ടിൻ്റെ കളർ, ടെക്സ്റ്റ് സൈസ്, അങ്ങനത്തെ സ്പെസിഫിക്കേഷൻസ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോർമലി ചെയ്തുകൊണ്ടിരുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, HTML ആട്രിബ്യൂട്ട്സ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് സപ്പോസ് നമ്മളൊരു വെബ്സൈറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം നിങ്ങളിപ്പോൾ ഏതൊരു വെബ്സൈറ്റ് കാണുകയാണെങ്കിലും നിങ്ങളതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം ഉണ്ടായിരിക്കും, എല്ലാത്തിനും ഒരേ ഒരു ഫോമാറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഫോൺ സൈസ് സെയിം ആയിരിക്കും, അതേപോലെ അതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഏതാണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ട് ഒരു സ്റ്റാൻഡേർഡ് വേ ഓഫ് ഡിസ്പ്ലേയിങ് ആണ് അതിൽ ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് വേ ഓഫ് ഡിസ്പ്ലേയിങ് കാണിക്കണമെങ്കിൽ നമ്മളിങ്ങനെ എല്ലാ പേജും ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ HTML പേജിലും നമുക്കിങ്ങനെ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ ഓർത്ത് വെക്കാനും എല്ലാ പേജിലും നമുക്ക് ഈ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല അല്ലേ. നിങ്ങൾക്കറിയാം ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ടാവും, ഒരുപാട് വെബ് പേജസ് ചേർന്നിട്ടാണ് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റിലുള്ള എല്ലാ പേജസിനും നിങ്ങൾക്ക് ഒരേ ഒരു യൂണിഫോം ആയിട്ടുള്ള സ്റ്റൈൽസ് കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നോർമൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് യൂസ് ചെയ്യുന്നത്, CSS എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് HTML പേജിനെ മോർ സ്റ്റൈലിഷ് ആക്കാനാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ സോ CSS സ്റ്റാൻഡ്സ് ഫോർ Cascading Style Sheet. It describes how HTML elements are to be displayed. എങ്ങനെയാണ് നമുക്ക് HTML പേജസ് നമ്മുടെ വെബ് പേജിൽ ഒരു യൂസർ കാണുന്ന സമയത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നാണ് ഈ CSS യൂസ് ചെയ്തിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി എന്താണ് CSS എന്ന് പറഞ്ഞാൽ, CSS ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റൈൽ റൂൾസ്. ഒരു CSS നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സ്റ്റൈൽ റൂൾസ് ആണ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഈ സ്റ്റൈൽ റൂൾസിനെ നമ്മുടെ വെബ് ബ്രൗസറിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വെബ് ബ്രൗസർ ഈ സ്റ്റൈൽ റൂൾസിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ആ സ്റ്റൈൽ റൂൾ എന്താണോ പറയുന്നത് ആ ഫോർമാറ്റിലായിരിക്കും നമുക്ക് വെബ് പേജസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ CSS എന്ന് പറയുന്നത് നമുക്ക് വെബ് പേജസിനെ കുറച്ചുകൂടെ ഡിസൈൻ വൈസിൽ നമുക്ക് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കാനാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. CSS എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സ്റ്റൈൽ റൂൾസ് ആണ്. അപ്പോൾ ഈ സ്റ്റൈൽ റൂൾസ് ആണ് നമ്മുടെ HTML പേജിൻ്റെ ഡിസ്പ്ലേയിങ് സ്റ്റൈല് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റൈൽ റൂൾ സ്പെസിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു സ്റ്റൈൽ റൂൾ എന്ന് പറയുന്നത് ഈ ഒരു ഫോമാറ്റിലായിരിക്കും. ഓക്കെ, സെലക്ടർ, ദെൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യും, ദെൻ പ്രോപ്പർട്ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, എൻഡിൽ നമ്മളൊരു സെമിക്കോളൻ സ്പെസിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമാറ്റിലാണ് നിങ്ങൾ സ്റ്റൈൽ റൂൾസ് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു CSSൽ തന്നെ നമുക്ക് കളക്ഷൻ ഓഫ് സ്റ്റൈൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്റ്റൈൽ റൂൾസിൻ്റെ ഒരു കളക്ഷനാണ് ഒരു CSS എന്ന് പറയുന്നത്. ഓക്കെ, ഒരു CSS ഓർ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CSSൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ എന്താണ് സെലക്ടർ,
property value. A selector is an HTML tag at which a style will be applied. നമ്മൾ ഏത് HTML ടാഗിലാണോ നമ്മൾ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ആ HTML ടാഗ് ആയിരിക്കും സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡിൽ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പാരഗ്രാഫിനാണ് സ്റ്റൈൽ റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ പാരഗ്രാഫ് എന്ന് പറയുന്ന HTML എലിമെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ സെലക്ടർ എന്ന കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആ ഒരു സെലക്ടറിനെ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്താണ്, അതാണ് നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, എ പ്രോപ്പർട്ടി ഈസ് എ ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട് ഓഫ് HTML ടാഗ്. HTML ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ്, ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ടാണ് ആക്ച്വലി പ്രോപ്പർട്ടി ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഒരു HTML ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗിൽ കൊടുക്കുന്ന ആട്രിബ്യൂട്ട് ഇല്ലേ, ആ ആട്രിബ്യൂട്ട് എന്താണോ ചെയ്യുന്നത് ആ സെയിം പേർപ്പസ് ആണ് ഇവിടെ പ്രോപ്പർട്ടി ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് വാല്യൂ. വാല്യൂസ് ആർ അസൈൻഡ് ടു പ്രോപ്പർട്ടീസ്. നമ്മൾ ഈ പ്രോപ്പർട്ടീസിന് അസൈൻ ചെയ്യുന്നതാണ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കൂ, H1 എന്ന് പറയുന്നത് എന്താണ്, ഒരു ടാഗാണെന്ന് നിങ്ങൾക്കറിയാം, ഒരു HTML എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മളതിനെ സെലക്ട് ചെയ്തു. H1 ആണ് നമുക്ക് CSS അപ്ലൈ ചെയ്യേണ്ട ടാഗ്. സോ നമ്മൾ HTML ആണ് സെലക്ടറായിട്ട് കൊടുത്തത്. ദെൻ നമ്മൾ കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു. ദെൻ നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്, കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ വാല്യൂ ആണ് എന്ത്, നമ്മൾ കളർ കോഡാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ കളർ കോഡിന് പകരം എന്ത് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് കളർ നെയിമോ RGB ഫോമാറ്റിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാല്യൂ എൻ്റർ ചെയ്യാം. ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെമി കോളനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ എൻഡ് കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ ഒരു CSS സ്റ്റൈൽ റൈറ്റ് ചെയ്യേണ്ടത്. ഇതാണ് സ്റ്റൈൽ റൂളിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് CSS സെലക്ടേഴ്സ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിൽ ഒരു ടൈപ്പ് ഓഫ് സെലക്ടറാണ് കണ്ടത്. അവിടെ ഞാൻ H1 എന്ന് പറയുന്ന ടാഗിനെ ഡയറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് ആ ടാഗിന് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റൈൽ റൂൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെലക്ടേഴ്സ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ വരുന്ന മെയിൻ ക്ലാസിഫിക്കേഷൻസ് ആണ് എലമെൻറ്റ് സെലക്ടർ, ഗ്രൂപ്പിംഗ് സെലക്ടർ, യൂണിവേഴ്സൽ സെലക്ടർ, ID സെലക്ടർ ആൻഡ് ക്ലാസ് സെലക്ടർ. അപ്പോൾ ഈ സെലക്ടേഴ്സൊക്കെ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഈ ജസ്റ്റ് ഈ ഒരു നെയിം വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്താണ് ഈ സെലക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്? ജസ്റ്റ് ഒന്ന് ആ ഒരു ഐഡിയ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്ക് എന്താ ഓരോ സെലക്ടേഴ്സിനും നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് എലമെൻറ്റ് സെലക്ടർ. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ എക്സാമ്പിൾ പോലെ എലമെൻറ്റ് സെലക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഏത് ടാഗിനാണോ നമ്മൾ സ്റ്റൈൽ റൂൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ ടാഗിൻ്റെ നെയിം ഡയറക്റ്റായിട്ട് നമ്മൾ സെലക്ടർ നെയിമിൽ യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, എലമെൻറ്റ് സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുക, നമ്മൾ പാരഗ്രാഫ് ടാഗിനാണ് സ്റ്റൈൽ റൂൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ P എന്ന് സ്പെസിഫൈ ചെയ്തു. ഇനി നിങ്ങൾ ടേബിൾ എന്ന് പറയുന്ന ടാഗിനാണ് സ്റ്റൈൽ റൂൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ടേബിളിൽ നിന്ന് ഡയറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്യും. സപ്പോസ് നിങ്ങൾ H1 ടാഗിനാണെങ്കിൽ H1, ബോഡി ടാഗിനാണെങ്കിൽ ബോഡി. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് പഠിച്ച ടാഗ് തന്നെ യൂസ് ചെയ്യുന്നതാണ് എന്ത്, എലമെൻറ്റ് സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ റൂൾ കൊടുക്കുമ്പോൾ അതിൽ എന്താ മീനിങ്, ഈ P എന്ന ടാഗ് നിങ്ങളുടെ വെബ് പേജിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള HTML പേജിൽ ഏതൊക്കെ പ്ലേസിൽ കാണുന്നുണ്ടോ അവിടെയെല്ലാം ഈ ഒരു കളറായിരിക്കും അപ്ലൈ ചെയ്യാം. നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ്, കളർ റെഡ്. അപ്പോൾ നിങ്ങൾ ബോഡി പാർട്ടിൽ P ഹലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഡിസ്പ്ലേയിങ് മെസ്സേജ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ P ടാഗ് ആണല്ലോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ Pക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെലക്ടർ ആണല്ലോ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ P എന്ന ടാഗ് എവിടെയൊക്കെ വരുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഡിസ്പ്ലേയിങ് കളർ എന്തായി മാറും, റെഡായിട്ട് മാറും. ഓക്കെ, അപ്പം നമുക്ക് ഈ വെബ് പേജിൽ ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ വെബ് ബ്രൗസറിൽ നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഹലോ എന്ന് പറയുന്നത് എന്തായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക, റെഡ് കളറിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഗ്രൂപ്പിംഗ് സെലക്ടർ. ഗ്രൂപ്പിംഗ് സെലക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ HTML എലമെൻറ്റ്സിന് സെയിം സ്റ്റൈൽസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നിൽ കൂടുതൽ HTML എലമെൻറ്റ്സിന് നമുക്ക് സെയിം സ്റ്റൈൽസ് അപ്ലൈ ചെയ്യണം.
ആ ഒരു കേസിലാണ് നമ്മൾ ഗ്രൂപ്പിംഗ് സെലക്ടർ യൂസ് ചെയ്യുക. ഇവിടെയും നമ്മൾ ഡയറക്റ്റ് HTML ടാഗ് നെയിംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ കോമ യൂസ് ചെയ്തിട്ട് ഏതൊക്കെ ടാഗിന് നമുക്ക് അപ്ലൈ ചെയ്യണോ ആ ടാഗിൻ്റെ നെയിമൊക്കെ നമ്മൾ കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ കണ്ടില്ലേ, H1 H2 P, അതായത് നമുക്ക് ഈ ഒരു സ്റ്റൈൽ റൂള് H1 ടാഗിന് അപ്ലൈ ചെയ്യണം, H2 ടാഗിന് അപ്ലൈ ചെയ്യണം ആൻഡ് പാരഗ്രാഫ് ടാഗിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത HTML പേജിൽ H1 ടാഗിൽ കൊടുത്തിട്ടുള്ള കണ്ടൻറ്റ്, H2 ടാഗിൽ കൊടുത്തിട്ടുള്ള കണ്ടൻറ്റ്, P ടാഗിൽ കൊടുത്തിട്ടുള്ള കണ്ടൻറ്റ്, ആ 3 കണ്ടൻറ്റിനും ഈ ഒരു പ്രോപ്പർട്ടീസ് ആയിരിക്കും അപ്ലൈ ആവുക. ഓക്കെ, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ആയിരിക്കും, കളർ എന്തായിട്ട് വരും, റെഡായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഈ സെലക്ടേഴ്സ് എങ്ങനെയാണ് കൊടുക്കുക, സ്റ്റൈൽ റൂൾ എങ്ങനെയാണ് കൊടുക്കുക എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് CSS റൈറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് യൂണിവേഴ്സൽ സെലക്ടർ. യൂണിവേഴ്സൽ എന്നുള്ളൊരു മീനിങ് എന്താണ്? മൊത്തം എന്നുള്ളൊരു മീനിങ് അല്ലേ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട്, അപ്പോൾ ഒരു HTML കംപ്ലീറ്റ് എല്ലാ ടാഗ്സിനും നമുക്കൊരു സ്റ്റൈൽ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യൂണിവേഴ്സൽ സെലക്ടർ യൂസ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ സെലക്ടറിന് നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്യേണ്ട, ടാഗിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്റ്റാർ ആണ് യൂസ് ചെയ്യേണ്ടത്. സ്റ്റാർ മീൻസ് ഓൾ. എല്ലാ HTML എലമെൻസിനും നമ്മൾ ഈ ഒരു സ്റ്റൈൽ റൂൾസ് ആയിരിക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് ID സെലക്ടർ. അപ്പോൾ ഈ ID സെലക്ടർ പറയുന്നതിന് മുൻപ് നിങ്ങൾ HTML ID എന്നൊരു ആട്രിബ്യൂട്ട് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ HTML ഇപ്പോൾ ടേബിൾ ടാഗ്, H1 ടാഗ്, P ടാഗ്, ഫോം ടാഗ്, അങ്ങനെ ഒരുപാട് ടാഗ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ടാഗിനൊക്കെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരുപാട് ആട്രിബ്യൂട്ട്സും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടാഗ്സിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആയിരുന്നു ID എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ID എന്നൊരു ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ID ആട്രിബ്യൂട്ടിന് നമുക്കൊരു വാല്യൂ കൊടുക്കാം. അവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് എന്ത്, ID സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു HTML ടാഗിന് നമ്മളൊരു ID കൊടുക്കും. ആ IDക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CSS സെലക്ടറാണ് ID സെലക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ID സെലക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ HTML ടാഗ്സിന് ആട്രിബ്യൂട്ടായിട്ട് ID എന്നൊരു ആട്രിബ്യൂട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ID ആട്രിബ്യൂട്ടിന് എന്താണോ വാല്യൂ, ആ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടാഗിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. മുന്നത്തെ 3 കേസിലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ടാഗിൻ്റെ നെയിം വെച്ചിട്ടാണ്. അതായത് H1 എന്ന് പറയുന്ന ടാഗ് ആണെങ്കിൽ H1 നമ്മൾ ഡയറക്റ്റ് കൊടുത്തു. യൂണിവേഴ്സൽ ആകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല, എല്ലാത്തിനും അപ്ലൈ ചെയ്യും. അപ്പോൾ ആ ടാഗിൻ്റെ നെയിമാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ ആ ടാഗ് നെയിം യൂസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ടാഗിന് കൊടുക്കുന്ന ID യൂസ് ചെയ്തിട്ടാണ്. നമുക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഉള്ളതുപോലെ തന്നെ നമ്മൾ ആളെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പകരം അയാളുടെ ഐഡൻറ്റിറ്റി കാർഡ് യൂസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കേസിലും പറയുന്നത്. നമ്മൾ ടാഗിൻ്റെ ID യൂസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ID കൊടുക്കുന്നതിന് മുൻപായിട്ട് ഹാഷ് എന്ന സിമ്പൽ യൂസ് ചെയ്യണം. CSS സ്റ്റൈൽ റൂൾ റൈറ്റ് ചെയ്യുമ്പോൾ ഹാഷ് para1 ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കളർ റെഡ്. അപ്പോൾ ഇവിടെ para1 എന്നാണ് ID കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ para1 എന്ന ID ഉള്ള ഏതൊക്കെ ടാഗ്സ് നമ്മുടെ HTML പേജിലുണ്ടോ ആ എല്ലാ ടാഗ്സിനും എന്ത് അപ്ലൈ ചെയ്യും, ഈ 2 സ്റ്റൈൽസും അപ്ലൈ ആവും. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ H1 എന്ന് പറയുന്ന ടാഗാണ്. H1 ID ഈസ് ഈക്വൽ ടു പാര. അതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നിങ്ങൾ P ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്, അവിടെയും P ടാഗ് യൂസ് ചെയ്തു. അതിലും നമ്മൾ ID ഈസ് ഈക്വൽ ടു പാര എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ 2 ടാഗ്സിന് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ID പാര എന്ന് തന്നെ, para1 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് നമ്മൾ വെബ് ബ്രൗസറിൽ റൺ ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റൈൽ റൂൾ para1
ഹാഷ് പാര 1 എന്ന് കാണുമ്പോൾ ഈ പാര 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IDs നമ്മുടെ HTML പേജിലുണ്ടോ നോക്കും. അപ്പോൾ ഇവിടെ 2 HTML ടാഗ്സിന് നമ്മൾ പാര 1 യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ H1 എന്ന് പറയുന്ന ടാഗിനും P എന്ന് പറയുന്ന ടാഗിനും ID = പാര 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ HTML കോഡ് റൺ ചെയ്യുമ്പോൾ ഈ പാര 1ന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റൈൽ റൂൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ID = പാര 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാര 1ന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റൈൽ റൂൾസ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ സ്റ്റൈൽ റൂൾ ഉണ്ട് അല്ലേ? ആ സ്റ്റൈൽ റൂൾ ആയിരിക്കും ഈ 2 ടാഗിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് ക്ലാസ് സെലക്ടർ. നമ്മളിപ്പോൾ ID സെലക്ടർ പറഞ്ഞതുപോലെ തന്നെ ID എന്ന ആട്രിബ്യൂട്ടിന് പകരമായിട്ട് നമ്മൾ ടാഗ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ക്ലാസ് ആണ് ID എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് പകരം ക്ലാസ് ആണ് യൂസ് ചെയ്തതെങ്കിൽ നമ്മൾ CSSൽ എന്താണ് സ്പെസിഫൈ ചെയ്യേണ്ടത്? ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, നേരത്തെ ഹാഷ് യൂസ് ചെയ്തിട്ടായിരുന്നു കാണിച്ചത്, ഇവിടെ ഡോട്ട് യൂസ് ചെയ്തിട്ടാണ്. സെൻറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ക്ലാസ് നെയിം ആയിരിക്കും. ഓക്കെ, ക്ലാസിൻ്റെ നെയിമാണെന്ത്? സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ H1 ടാഗ് H1 ക്ലാസ് = സെൻറ്റർ, അതേപോലെ P ടാഗ് ക്ലാസ് = സെൻറ്റർ. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ സെൻറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ CSS സ്റ്റൈൽ റൂൾ ആയിരിക്കും ഈ 2 ടാഗ്സിനും അപ്ലൈ ആവുക. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് സെലക്ടേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എത്ര ടൈപ്സ് ഓഫ് സെലക്ടേഴ്സ് പറഞ്ഞു? യൂണിവേഴ്സൽ സെലക്ടർ പറഞ്ഞു, ID സെലക്ടർ പറഞ്ഞു, ക്ലാസ് സെലക്ടർ പറഞ്ഞു, ഗ്രൂപ്പ് സെലക്ടേഴ്സ് പറഞ്ഞു, ദെൻ എലിമെൻറ്റ് സെലക്ടർ പറഞ്ഞു. അങ്ങനെ 5 ടൈപ്പ് ഓഫ് സെലക്ടേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ സ്റ്റൈൽ റൂള് ഫോമാറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു CSS പേജ് ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ CSS അപ്ലൈ ചെയ്യുന്നതോ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രം, ആ ഒരു കൺസെപ്റ്റ് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് CSS ചെയ്യാൻ നോക്കാം. നമുക്ക് 3 വേസിൽ നമുക്കൊരു HTML പേജിൽ CSS അപ്ലൈ ചെയ്യാം. ആ 3 വേസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്, ദെൻ ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ്, ദെൻ ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ്. അങ്ങനെ 3 വേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? CSS ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ CSS എവിടെയാണോ റൈറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 3 ടൈപ്സ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ CSS. അപ്പോൾ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, എക്സ്റ്റേണൽ മീൻസ് ആൻ എക്സ്റ്റേണൽ CSS ഫയൽ. ആ നെയിം പോലെ തന്നെ എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ CSS സ്റ്റൈൽ റൂൾസ് ഒക്കെ HTML പേജിൻ്റെ കൂടെ തന്നെ റൈറ്റ് ചെയ്യുന്നതിന് പകരം ഒരു സെപ്പറേറ്റ് ഫയലായിട്ട് CSSനെ കംപ്ലീറ്റ് റൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ നോർമലി ഒരു വെബ്സൈറ്റ് വ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആ പേജ് ഒന്ന് സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫോൾഡർ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സേവ് ആയിട്ടുള്ള ഫോൾഡറിൻ്റെ കൂടെ CSS എന്ന് പറയുന്ന ഒരു ഫോൾഡർ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ആ പേജ് സേവ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡും ഉണ്ടായിരിക്കും, അതേപോലെ CSSൻ്റെ കോഡും ഉണ്ടായിരിക്കും. അപ്പോൾ ആ CSSൻ്റെ ആ പേജ് ഒന്ന് എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഒരുപാട് CSS കോഡ് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ CSS വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റൈൽസ് പഠിക്കാനും പറ്റും അത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു വെബ് പേജ് കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് അങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ CSS സ്റ്റൈൽസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ നമ്മൾ പഠിക്കാത്തതും നമുക്കറിയാത്തതുമായിട്ടുള്ള ഒരുപാട് CSS പ്രോപ്പർട്ടീസും സ്റ്റൈൽസും ഒക്കെ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മൾ CSS റൂള് സെപ്പറേറ്റ് ആയിട്ടൊരു ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യും. അത് .css എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ സേവ് ചെയ്ത് വെക്കും. ഓക്കെ, with an external style sheet you can change the look of an entire website by changing just one file. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ യൂസ് ചെയ്യുന്നൊരു കൺസെപ്റ്റേ തന്നെ എന്താണ്? എക്സ്റ്റേണൽ CSS എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ബിക്കോസ് നമുക്ക് ആ ഒരു ഹോൾ വെബ്സൈറ്റിന് ഒരു സിംഗിൾ ഫയൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? സ്റ്റൈൽ റൂൾസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈച്ച് പേജ് മസ്റ്റ് ഇൻക്ലൂഡ് എ റെഫറൻസ് ടു ദ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഫയൽ ഇൻസൈഡ് ദ ലിങ്ക് എലിമെൻറ്റ്. ദ ലിങ്ക് എലിമെൻറ്റ് ഗോസ് ഇൻസൈഡ് ദി ഹെഡ് സെക്ഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എക്സ്റ്റേണലായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ആ എക്സ്റ്റേണലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ, ആ ഫയലിനെ നമുക്ക് നമ്മുടെ HTML പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണ്ടേ? വേണ്ടേ?
അപ്പോൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഇത് ലിങ്ക് എന്ന ടാഗ്. ഓക്കെ, ഏതാണ് ലിങ്ക് എന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു $1.css എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മുടെ HTML പേജുമായിട്ട് ലിങ്ക് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇത് നോർമലി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് HTML പേജിൻ്റെ ഹെഡ് പാർട്ടിൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇത് നോർമലി റൈറ്റ് ചെയ്യാൻ നമ്മൾ നോട്ട് പാഡിലായിരിക്കും. നോട്ട് പാഡിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തു ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ, ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് example.css എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം, എക്സ്റ്റൻഷൻ .css ആവണം എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളത് സേവ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യാണ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാനാണ്. അപ്പോൾ ചെറിയ കോഡിങ് മാത്രമേ അവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. HTML ഹെഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ example.css എന്ന് പറയുന്ന ഫയലിനെ നമ്മുടെ ഈ main.html എന്ന് പറയുന്നതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കണം അല്ലേ, ലിങ്ക് ചെയ്യിപ്പിക്കണം. എങ്ങനെയാണ് നമ്മൾ ലിങ്ക് ചെയ്യിക്കുക, ലിങ്ക് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. സോ അതിന് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഒന്ന് നോക്കുക. ലിങ്ക് REL ഈസ് ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്, അതായത് നമ്മൾ റിലേറ്റ് ചെയ്യിക്കുന്നത് എന്തുമായിട്ടാണ്, ഒരു സ്റ്റൈൽ ഷീറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ദെൻ ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ഓർ CSS, അതായത് ലിങ്ക് ചെയ്യിക്കുന്ന ഫയലിൻ്റെ ടൈപ്പ് എന്താണ്, ടെക്സ്റ്റ് ഓർ CSS ആണ്. ദെൻ HREF ആണ് നമ്മുടെ മെയിൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് റഫറൻസ്. ഏതുമായിട്ടാണ് നമ്മൾ റഫറൻസ് കൊടുക്കുന്നത്, example.css ആയിട്ടാണ് നമ്മൾ റഫറൻസ് കൊടുക്കുന്നത്. ദെൻ നമ്മൾ ഹെഡ് പാർട്ട് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ബോഡി ഓപ്പൺ ചെയ്തു, ഗുഡ് മോർണിംഗ് എന്ന് കൊടുത്തു. ലാസ്റ്റ് HTML ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ റൺ ചെയ്യേതായിരിക്കും main.html എന്ന് പറയുന്ന പേജ് ആയിരിക്കും നമ്മൾ വെബ് ബ്രൗസറിൽ റൺ ചെയ്യാം. അപ്പോൾ അത് റൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ ബോഡി BG കളർ ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുന്നില്ല, ബ്ലൂ എന്ന് കൊടുക്കുന്നില്ല. അത് കൊടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഈ ഒരു ആട്രിബ്യൂട്ട് വഴി എന്തായിട്ട് മാറും, ബ്ലൂ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ CSS നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ടൊരു CSS ഫയലും ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്ത ഫയൽസിനെ നമുക്ക് ലിങ്ക് ചെയ്യിപ്പിക്കണം. അതിന് നമ്മൾ ലിങ്ക് എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ CSSൽ നിങ്ങൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണ്, ലിങ്ക് എന്ന് പറയുന്ന ടാഗാണ്. എക്സ്റ്റേണൽ ആയിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, .css എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലിങ്ക് എന്ന് പറയുന്ന ടാഗിൽ അതിൽ HREF എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് ഏത് CSS ആയിട്ടാണോ ലിങ്ക് ചെയ്യേണ്ടത് ആ CSSൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെബ് ബ്രൗസറിൽ ഇത് റൺ ചെയ്യുന്ന ടൈമിൽ ബ്രൗസർ ഈ CSS ഫയലിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ആ ഇൻ്റർപ്രറ്റ് ചെയ്ത വാല്യൂ നമുക്കിവിടെ ഡിസ്പ്ലേ ആവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻറ്റേർണൽ CSS. ഇൻറ്റേർണൽ CSS എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ CSS എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റൈറ്റ് ചെയ്യുന്ന HTML കോഡിൽ തന്നെ ഒരു സ്പെഷ്യൽ ടാഗായിട്ടുള്ള സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻറ്റേർണൽ CSS ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ CSSനെ തന്നെ നമുക്ക് എംബഡഡ് CSS എന്നും പറയാം. ഇനി അത് കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഇൻറ്റേർണൽ CSS or embedded CSS. Both CSS code and HTML codes are included in the same file. ഒരേ ഒരു ഫയലിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ പേജിന് നിങ്ങൾക്കൊരു യുണീക്ക് സ്റ്റൈലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം. മറ്റേത് നിങ്ങൾക്കൊരു ഹോൾ വെബ്സൈറ്റിന് ഒരു സിംഗിൾ സ്റ്റൈലാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക, എക്സ്റ്റേണൽ CSS ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു സ്പെഷ്യൽ ടാഗാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റൈൽ ടാഗ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മുടെ സ്റ്റൈൽ റൂൾസ് സ്പെസിഫൈ ചെയ്യുന്നത്. സെപ്പറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ സ്റ്റൈൽ റൂൾസ് എന്ത് ചെയ്യാണ്, സ്റ്റൈൽ എന്ന ടാഗിൻ്റെ ഉള്ളിൽ സ്പെസിഫൈ ചെയ്യണം എന്നേ ഉള്ളൂ. എക്സ്റ്റേണൽ എന്തായിരുന്നു ചെയ്തത്, ഈ സ്റ്റൈൽ റൂൾ വേറൊരു പേജിൽ ക്രിയേറ്റ് ചെയ്തു, ആ പേജ് നമ്മൾ .css സേവ് ചെയ്തു. ദെൻ സ്റ്റൈലിന് പകരം നമ്മൾ യൂസ് ചെയ്തത് ലിങ്ക് എന്ന് പറയുന്ന ടാഗാണ്. അതിൽ HREF ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ടാണ് നമ്മൾ ആ ഫയൽ നെയിം കൊടുത്തത്. ഇൻറ്റേർണൽ CSSലാവുമ്പോൾ എന്താണ് ചെയ്യുന്നത്, സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഹെഡ് പാർട്ടിൽ യൂസ് ചെയ്യും.
ആ ടാഗിൻ്റെ ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിങ്ങിൻ്റെയും ഇടയ്ക്കായിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഈ സ്റ്റൈൽ റൂൾസ് റൈറ്റ് ചെയ്യും. സെപ്പറേറ്റ് ഒന്നും ആലോചിക്കേണ്ട, സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് മാത്രം. ഓക്കെ, ദെൻ നമ്മൾ ബാക്കിയുള്ള നമുക്ക് എന്താണോ കോഡിങ് വേണ്ടത് ആ കോഡിങ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബോഡിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബോഡിയിൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിട്ട് വരും, ബ്ലൂ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ബോഡി എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഐഡിയോ ക്ലാസ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ID ക്ലാസ്സൊക്കെ യൂസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ബോഡിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡി ടാഗിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ടേബിൾ ടാഗിനൊക്കെ അപ്ലൈ ചെയ്യണം, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതേ സ്റ്റൈൽ റൂൾ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് റൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാം, ID ഓർ ക്ലാസ് യൂസ് ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ഇൻലൈൻ CSS. ഇൻലൈൻ CSS എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണൽ CSS പോലെ തന്നെ ഒരേ ഫയലിൽ തന്നെയാണ് CSSും റൈറ്റ് ചെയ്യുന്നത്, ഒരേ ഫയലിൽ തന്നെയാണ് HTML കോഡും റൈറ്റ് ചെയ്യുന്നത്. ബട്ട് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെപ്പറേറ്റ് ടാഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബട്ട് ഇവിടെ ഒരു ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എക്സ്റ്റേണലിലും ഇൻറ്റേർണലിലും നമ്മൾ 2 ടാഗ്സ് സ്പെഷ്യലായിട്ട് പഠിച്ചു. ഇവിടെ നമ്മളൊരു സെപ്പറേറ്റ് ടാഗ് യൂസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് വി യൂസ് ആൻ ആട്രിബ്യൂട്ട് കോൾഡ് സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സാധാരണ ഒരു HTML ടാഗിൻ്റെ ആട്രിബ്യൂട്ട് എങ്ങനെയാണോ കൊടുക്കുക, അതേ വേല തന്നെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, സ്റ്റൈൽ ആട്രിബ്യൂട്ടും സ്പെസിഫൈ ചെയ്യാണ്. ദെൻ അതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ കോഡ്സിനുള്ളിൽ എന്തൊക്കെ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് അതിൽ സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ കളറ് ബ്ലൂ കൊടുത്തു, ഇനി ഫോണ്ട് സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെമിക്കോളൻ കഴിഞ്ഞിട്ട് ഫോണ്ട് സൈസോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. സ്പേസിങ് ഇട്ടിട്ട് നമുക്ക് എത്ര വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. അതിൽ സെമിക്കോളൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇൻലൈൻ CSS എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ H1 എന്ന് പറയുന്ന ഈ ഒരു ടാഗിന് മാത്രമാണ് ഈ ഒരു കളറ് അപ്ലൈ ആവുന്നത്. ബ്ലൂ കളറിൽ ഈ ഒരു ഫോണ്ട് കാണിക്കും. നമുക്ക് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ഈ ഒരു സിംഗിൾ സ്റ്റൈലിൽ തന്നെ സ്പെസിഫൈ ചെയ്താൽ മതി. സെപ്പറേറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് റൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് CSS എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CSS എന്ന് പറഞ്ഞാൽ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന HTML പേജിനെ മോർ സ്റ്റൈലിഷ് ആക്കണം. ഡിസൈൻ വൈസിൽ നമുക്ക് മോർ സ്റ്റൈലിഷ് ആക്കണം. നമുക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യുണീക്കായിട്ട് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യണം. ആ ഒരു പേർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, CSS എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. CSS എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സ്റ്റൈൽ റൂൾസ് ആണ്. സ്റ്റൈൽ റൂൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സെലക്ടർ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പ്രോപ്പർട്ടി :വാല്യൂ, ആ ഫോമാറ്റിലായിരിക്കും നമ്മൾ റൈറ്റ് ചെയ്യുക. അങ്ങനെ കളക്ഷൻ ഓഫ് സ്റ്റൈൽ റൂൾസ് ആണ് ഒരു സിംഗിൾ CSS എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ സെലക്ടറിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഏതൊക്കെയാണ്, എലമെൻറ്റ് സെലക്ടർ, ഗ്രൂപ്പ് സെലക്ടർ, യൂണിവേഴ്സൽ സെലക്ടർ, ക്ലാസ് സെലക്ടർ, ID സെലക്ടർ. ക്ലാസ് സെലക്ടറും ID സെലക്ടറും യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, നമുക്ക് ഒരേ സ്റ്റൈൽ റൂൾ തന്നെ ഡിഫറെൻറ്റ് ടാഗ്സിന് അപ്ലൈ ചെയ്യാൻ ഈ ഒരു സിംഗിൾ സ്റ്റൈൽ റൂൾ മതി. ദെൻ നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് CSS ആണ്. എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ CSS റൈറ്റ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ടൈപ്സ് ആണ് പറഞ്ഞത്. എക്സ്റ്റേണൽ CSS, ഇൻറ്റേർണൽ CSS ആൻഡ് ഇൻലൈൻ CSS. എക്സ്റ്റേണൽ CSSൽ നമ്മൾ പഠിച്ച ടാഗ് ലിങ്ക് ആണ്. എക്സ്റ്റേണൽ ഫയലിനെ ലിങ്ക് ചെയ്യിപ്പിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻറ്റേർണൽ CSSൽ നമ്മൾ പഠിച്ച ടാഗ് ഏതാണ്, സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗാണ്. ആ സ്റ്റൈൽ ടാഗിൻ്റെ ഇൻസൈഡ് ആയിട്ടാണ് നമ്മളത് റൈറ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇൻലൈൻ CSS. ഒരു ടാഗിൻ്റെ പാർട്ടായിട്ട് അതിൽ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് സ്റ്റൈൽ ആട്രിബ്യൂട്ട്. ആ സ്റ്റൈൽ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ടാണ് നമ്മൾ സ്റ്റൈൽ റൂൾസ് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് CSSൻ്റെ ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം ത്രൂ വാട്സപ്പ് ഓർ ത്രൂ കോൾ. ഓക്കെ, താങ്ക് യു.